അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഉത്തരേന്ത്യയിലെ ഒരു ആഘോഷത്തെക്കുറിച്ച് നോക്കാം. പ്രണയദിനമെന്നും പ്രണയത്തിന്റെ ആഘോഷങ്ങളെന്നും കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് വാലന്റൈൻസ് ഡേ ആയിരിക്കും. എന്നാൽ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ ആചരിച്ചു വന്ന ഒരു പ്രണയദിനമാണ് കർവാ ചൗത്ത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഹിന്ദു സ്ത്രീകൾ കാർത്തിക മാസത്തിലെ പൂർണിമയ്ക്ക് ശേഷം അഥവാ പൂർണ്ണചന്ദ്രനെ കണ്ട് 4-ാമത്തെ ദിവസം മുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കർവാ ചൗത്ത്. ഈ ദിവസം വിവാഹിതയായ സ്ത്രീകൾ സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ തന്റെ ഭർത്താവിന്റെ സുരക്ഷയ്ക്കും ദീർഘായുസ്സിനു വേണ്ടി വ്രതമനുഷ്ഠിക്കും. ചിലപ്പോൾ വിവാഹം കഴിക്കാത്ത സ്ത്രീകളും വരുംകാല വരനായി ഇങ്ങനെ ചെയ്യാറുണ്ട്. കർവ എന്ന വാക്കിനർത്ഥം പാത്രം എന്നാണ്. ചൗത്ത് എന്നാൽ 4-ാമത്തെ എന്നുമാണ് അർത്ഥം. ഈ വർഷം നവംബർ 4-നാണ് കർവാ ചൗത്ത് ആഘോഷിച്ചത്. കർവാ ചൗത്തിന്റെ തലേനാൾ സ്ത്രീകൾ മൈലാഞ്ചി ഇടുന്നു. കല്യാണ ദിവസത്തെ പോലെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്നാണ് ഇതിന്റെ ഒരു ഐതിഹ്യം. വിവാഹിതയായ സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകൾ സുഹാഗി കൊടുക്കാറുണ്ട്. സുഹാഗി എന്നാൽ മേക്കപ്പ് ഐറ്റംസ് ആണ്. സിന്ദൂരം, പൊട്ട്, വള, കൺമഷി, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്, ചീപ്പ്, മൈലാഞ്ചി എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. കർവാ ചൗത്തിന്റെ ദിവസം രാവിലെ സൂര്യോദയത്തിനു മുൻപ് സ്ത്രീകൾ എണീറ്റ് കുളിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം സ്ത്രീകൾ പൂജ ചെയ്യുന്നു. അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ പൂജ ചെയ്യാം. വൈകുന്നേരം കർവാ ചൗത്ത് കഥ കേൾക്കാതെയോ വായിക്കാതെയോ ഈ ദിവസ വ്രതം കംപ്ലീറ്റ് ആകില്ല. ഒന്നുകിൽ കഥ സ്വയം തന്നെ വായിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചു കൊടുക്കണം. പല കഥകളും കർവാ ചൗത്തിന്റെ പിന്നിലുണ്ട്. പാർവതി ദേവി ശിവഭഗവാനെ ഭർത്താവായി കിട്ടുന്നതിനു വേണ്ടി ഈ വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്നത് ഒരു കഥയാണ്. വിഷ്ണുദേവനെ ബലിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനായി ലക്ഷ്മി ദേവി കർവാ ചൗത്ത് വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്നൊരു കഥ കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുഗൾ ഭരണകാലത്ത് യുദ്ധത്തിനു പോയ രജപുത്ര യോദ്ധാക്കളുടെ വിജയത്തിനു വേണ്ടി അവരുടെ ഭാര്യമാരും ഈ കർവാ ചൗത്ത് ആചരിച്ചിട്ടുണ്ട്. പകൽ തുടങ്ങി രാവിലേക്ക് നീളുന്ന ആചരണം ചന്ദ്രോദയത്തിലാണ് അവസാനിക്കുന്നത്. ചന്ദ്രനെ കണ്ടതിന് ശേഷം ചന്ദ്രന് വെള്ളവും മധുരവും അർപ്പിക്കണം. വൈകുന്നേരം അവർ ഒരു പാത്രത്തിൽ പൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ ഒരുക്കുന്നു. ഒരു കുടത്തിൽ അരി, ഗോതമ്പ്, പഞ്ചസാര, പൈസ മുതലായവ ഒരുക്കി വെച്ച് അത് ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുന്നു. അതുകൂടാതെ ഒരു പാത്രത്തിൽ വെള്ളം, തേങ്ങ, പഴങ്ങൾ, ചന്ദ്രനെ നോക്കാനുള്ള അരിപ്പ മുതലായ സാധനങ്ങൾ ഒരുക്കി വെക്കുന്നു. ദീപം തെളിയിച്ച് അരിപ്പയിലൂടെ ചന്ദ്രനെ ഒളികണ്ണാൽ നോക്കി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അതിനുശേഷം ഭർത്താവ് ഭാര്യയ്ക്ക് വെള്ളവും മധുരവും നൽകി വ്രതം മുറിക്കുന്നു. ഈ അവസരത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനങ്ങളും നൽകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.